നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 മാർച്ച് മാസത്തെ അനിഴം നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ്. കാരണം എന്താ വെച്ചെന്നാൽ അഷ്ടമത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. അഷ്ടമത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നു എന്ന് പറയുന്ന ഒരവസ്ഥ ഉള്ളത് കൊണ്ട് തന്നെ ദൈവാധീനത്തിൻ്റെ കുറവ് നല്ല രീതിയിലുള്ള ഒരു സമയമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ദൈവാധീനക്കുറവിന് പരിഹാരമായിട്ട് വിഷ്ണു ക്ഷേത്ര നെയ്വിളക്ക്, ഭാഗ്യസ്വക്താർച്ചന മുതലായിട്ടുള്ള വഴിപാടുകൾ ചെയ്യാനായിട്ട് മറക്കരുത്. 5ാം ഭാവത്തിൽ അലസപ്രേഷ്യ നിര്യാണകാരകനായിരിക്കുന്ന ശനിയോട് ചേർന്നിട്ടാണ് 7ാം ഭാവാധിപതി നിൽക്കുന്നത്. അപ്പോൾ 5ൽ ശനി നിന്നാൽ നിരാശയുണ്ടാകുക, അലസത ഉണ്ടാകുക, എല്ലാ കാര്യങ്ങളും നാളത്തേക്ക് മാറ്റിവെക്കുക, ആവശ്യമില്ലാത്ത ടെൻഷൻ ഉണ്ടാകുക. അഗ്നികാരകനായിരിക്കുന്ന സൂര്യനും കൂടി 15ാം തീയതിക്ക് ശേഷം മീനൻ രാശിയിലേക്ക് വരുന്നത് കൊണ്ട് മാനസികമായിട്ടുള്ള ടെൻഷൻ വർദ്ധിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. പുതിയ പ്രേമബന്ധങ്ങൾ ഉണ്ടാകാൻ യോഗമുണ്ടുള്ള പ്രേമബന്ധത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിട്ട് കണ്ടമാനം മാനസികമായിട്ട് ടെൻഷൻ അനുഭവിക്കാൻ ഇടവരിക. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിലാണെങ്കിലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ചെറിയ ചെറിയ വിഷയങ്ങൾ കൊണ്ട് മാനസിക ടെൻഷൻ ഉണ്ടാകാനുള്ള യോഗം ഈ മാസത്തിൽ കാണുന്നുണ്ട്. വീട് വിട്ട് നിൽക്കാനുള്ള യോഗമാണ്. വീട്ടിൽ നിൽക്കുമ്പോൾ ദേഷ്യം എടുത്തിയാട്ടം മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക. അത് മാത്രമല്ല, ഈ ഭൂമിയുടെ അതിർത്തി സംബന്ധമായിട്ട്, സ്വത്ത് സംബന്ധമായിട്ട്, വഴി സംബന്ധമായിട്ടൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായി അയൽക്കാരുമായിട്ടൊക്കെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് യോഗമുള്ള സമയമാണ്. കളവ് പറഞ്ഞു, കളവ് കേട്ടു എന്നൊക്കെ പറയുന്നൊരു അവസ്ഥയിൽ ഉള്ള വാക്കുകൾ കേൾക്കാൻ ഇടവരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതിനോടൊപ്പം തന്നെയാണ് കർമാധിപതി നിൽക്കുന്നത് 5ാം ഭാവത്തിലാണ്. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടും മാനസികമായിട്ട് ടെൻഷൻ കുറച്ച് വർദ്ധിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഇനി കർമാധിപതി മീനൻ രാശിയിൽ നിൽക്കുന്ന നിവർത്തി സ്ഥാനാധിപതിയോട് ആയത് കാരണമുണ്ട് ഈ സമയത്ത് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കില്ല, വീട് വിട്ട് അന്യദേശത്ത് നിന്ന് തൊഴിലെടുക്കണമെന്ന് വിചാരിച്ചാൽ അതിന് യോഗമുള്ള സമയമാണ്. കാരണം 4 നിൽക്കുന്ന ചൊവ്വയും രാഹു വീട് വിട്ട് നിൽക്കാൻ ഇടവരുത്തുക, വീട്ടിൽ നിൽക്കുമ്പോൾ ദേഷ്യം എടുത്തിയാട്ടം പോലായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക എന്ന് പറയുന്ന രീതി ഉള്ളത് കാരണമുണ്ട്. എപ്പോഴും വീട് വിട്ട് നിൽക്കുന്നിട്ട് അന്യദേശത്ത് തൊഴിലെടുക്കുന്നവർക്കാണ് ഈ സമയത്ത് അനുകൂലമായിരിക്കുന്ന ഗുണം ഉണ്ടാകുക. എന്നാൽ പോലും 10ൽ കേതുവാണ്. കർമ്മസ്ഥാനത്ത് കേതു നിൽക്കുന്നതാണ് ഇടയ്ക്കിടയ്ക്ക് കർമ്മസ്ഥാനത്ത് തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത. ആ തൊഴിൽ മേഖലയായിട്ട് ബന്ധപ്പെട്ട് മാനസികമായിട്ടുള്ള ടെൻഷൻ വർദ്ധിക്കാനുള്ള സാധ്യത, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും കൂടി യോഗമുള്ളൊരു സമയമാണ്. അപ്പം അത് കാരണം കൊണ്ട് ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യണം. ശിവക്ഷേത്രത്തിൽ ശംഖാഭിഷേകവും നെയ്വിളക്കും തീർച്ചയായിട്ട് ചെയ്യണം. അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യുന്നത് നല്ലതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിവർത്തി സ്ഥാനാധിപതി 5ൽ നിൽക്കുന്നത് കാരണം കൊണ്ട് മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കാനായിട്ടുള്ള യോഗമുണ്ട്. പക്ഷേ കൂടുതലും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കാത്തത് കൊണ്ടുള്ള നിരാശ വർദ്ധിക്കാനുള്ളൊരു സാധ്യതയാണ് കൂടുതലായിട്ടുള്ളത്. കാരണം ദൈവാധീനം ഇല്ല എന്ന് പറയുന്നൊരു അവസ്ഥയുള്ളത് കാരണമുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ശ്രദ്ധിക്കുക. തൊഴിലെടുക്കുന്നവർക്ക് തൊഴിലുണ്ടാകും, പക്ഷേ തൊഴിലിടയ്ക്കിടയ്ക്ക് തടസ്സങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികൾക്കും യോഗമുണ്ട്. അതുമാത്രമല്ല, തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചും തൊഴിൽ കിട്ടാനായിട്ടോ വീട് വിട്ട് അന്യദേശത്ത് തൊഴിൽ കിട്ടാനായിട്ടോ യോഗമുള്ള സമയമാണ്. ആവശ്യമില്ലാത്ത ടെൻഷൻ ഒക്കെ കുറച്ചിട്ട് നല്ല രീതിയിലുള്ള പ്രാർത്ഥനയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട്. അപ്പോൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക, വിഷ്ണു ക്ഷേത്ര യഥാശക്തി വഴിപാട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയാണ് ഈ മാസം നല്ല ഗുണഫലം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.